ഹലോ കേസ് ഒരു മാസത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസറാണ് ഡെർമാക്കോൻ്റെ 2% കോജിക് ആസിഡ് ഫേസർ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, കോജിക് ആസിഡ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുമ്പോഴേക്കും കറക്റ്റ് ഒരു 3 മാസം മാത്രം യൂസ് ചെയ്യാം. അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അതിനുശേഷം വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സെറം യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ പോലും 3 മാസത്തിൽ കൂടുതൽ കോജിക് ആസിഡ് ഫേസർ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതിനുശേഷം ഇതിൻ്റെ ആവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കാം കേട്ടോ. ഇനി ആദ്യം തന്നെ കോജിക് ആസിഡ് ഫേസറും ഈ കോജിക് ആസിഡ് എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങളുടെ ഫേസിൽ വേഗം സൺ ടാൻ വരുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ വാർദ്ധക്യ ലക്ഷണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ഫേസിൽ കരിവാളിപ്പുണ്ടാവും. ഇതും പിന്നെ അതുപോലെ നമ്മുടെ ഫേസിൽ കുരുക്കൾ വന്ന് പോകുമ്പോഴേക്കും അതൊരു കറുത്ത പാടുകൾ വെച്ച് അങ്ങനെ നിൽക്കും. ഈ കറുത്ത പാടുകൾ നല്ല രീതിയിൽ ഫെയ്ഡ് ചെയ്യാനും നമുക്ക് ഈ സൺ ടാൻ വന്നിട്ടുള്ള ഈ കരിവാളിപ്പ് മാറാനും അതൊക്കെ മാറി സ്കിന്നിന് ഭയങ്കര തുടുപ്പും തിളക്കവും ഒക്കെ തരാൻ വേണ്ടിയിട്ട് കോജിക് ആസിഡ് വളരെ നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെലാസ്മ, ഹോർമോൺസിൻ്റെ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഒന്നാണ് ഈ മെലാസ്മ. അതായത് നമ്മുടെ ഫേസിലേക്ക് അല്ലെങ്കിൽ ഈ കഴുത്തിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ ഒരുമാതിരി ഒരു കരിവാളിപ്പ്, ഒരു കറുത്ത പാടൊക്കെ ഇവിടെ അയച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കുറയ്ക്കാനും കോജിക് ആസിഡ് ഫേസർ സഹായിക്കും. കോജിക് ആസിഡ് സ്കിൻ കെയറിൽ എങ്ങനെയാണ് യൂസ്ഫുൾ ആവാമെന്ന് വെച്ചാൽ, ഈ ഫ്രീ റാഡിക്കൽസിന് ഉണ്ടാകുന്ന സ്കിൻ ഡാമേജസ് ഉണ്ടല്ലോ, ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഈ മെലാൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്കാണ് കോജിക് ആസിഡ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ, ഡ്രൈ സ്കിന്നുകാരാണെങ്കിലും സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിലും നിങ്ങൾ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കും. കാരണം സെൻസിറ്റീവ് സ്കിൻ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും ഒക്കെ അതിൻ്റേതായ റിയാക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ സജസ്റ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആകുമ്പോഴേക്കും സ്കിൻ ഒന്നുകൂടി ഡ്രൈ ആക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാരും സൂക്ഷിച്ചിട്ട് മാത്രം ഉപയോഗിക്കാം. പിന്നെ ഏതൊരു പ്രൊഡക്റ്റും നമ്മുടെ ഫേസിൽ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ അറിയണമല്ലോ, ഓക്കെ ഇങ്ങനൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്, അതൊരു പുതിയൊരു പ്രൊഡക്റ്റ് അല്ലേ നമ്മുടെ സ്കിന്നിനെ സംബന്ധിച്ച്, ഉറപ്പായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ചെവിയുടെ പുറകിൽ ചെയ്യുക. ഏതെങ്കിലും ചെറിയ തോതിലുള്ള ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. നിങ്ങളുടെ സ്കിൻ നോർമൽ സ്കിന്നാണ്, അതുപോലെ കോമ്പിനേഷൻ സ്കിന്നാണ്, ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്ക് കോജിക് ആസിഡ് ഉപയോഗിക്കാം കേട്ടോ. ആദ്യം ഒരു ബിഗിനർ ആണെങ്കിൽ വീക്ക്ലി വൺസ് എന്നുള്ള രീതിക്ക് രാത്രി മാത്രം ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറയുള്ളൂ. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ശേഷം നമുക്ക് ഡെയിലി ബേസിസിൽ പയ്യെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോർണിംഗും നൈറ്റും ഉപയോഗിക്കാം, പക്ഷേ രാവിലെ ഉപയോഗിക്കുമ്പോൾ മസ്റ്റ് ആയിട്ടൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. കോജിക് ആസിഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 1% മുതൽ 4% വരെയാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 1% മുതൽ ഒരു 2% വരെ ഉള്ളത് ഉപയോഗിക്കാൻ നോക്കുക. കാരണം ഇതുപോലൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കുമ്പോഴേക്കും അതിൻ്റെ അളവ് പെർസെൻറ്റേജ് കുറഞ്ഞ രീതിക്ക് ഉപയോഗിക്കണമായിരിക്കും നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഓടിച്ചാടിപ്പോയി വാങ്ങി ഉപയോഗിക്കണമെന്നില്ല. നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു അളവിൽ, അതായത് 2% ഒരു കോജിക് ആസിഡ് വാങ്ങി നമ്മളത് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സൺ ടാൻ വരുന്ന സ്കിന്നാണ്, പെട്ടെന്ന് സൺ ടാൻ ആവുന്നതാണ്, അതുപോലെ തന്നെ ഈ പെട്ടെന്ന് കുരുകളിലൊക്കെ വന്നിട്ട് ആ സ്കാർസും മാർക്സും ഒക്കെ അതേപോലെ തന്നെ കിടക്കുന്നവരാണെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ എമൗണ്ടിൽ അപ്ലൈ ചെയ്ത് നോക്കുക, നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ രാവിലെ എണീച്ച് വന്ന വഴി കേട്ടോ, ഞാനിത് ഇട്ടിട്ടില്ല, ഞാനിത് ഇട്ട് കാണിക്കാം കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് അതിൻ്റെ ഇത് രണ്ടാമത്തെ ബോട്ടിൽ കുറച്ച് വലിയതാണ് വാങ്ങിയത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 2 മന്ത്സ് കൂടി ആവശ്യമുള്ളൂ. 1 മന്ത് ഞാനൊരു ചെറിയത് ഉപയോഗിച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാവിലെ നേരെ ഇടരുത്. കാരണം നിങ്ങളുടെ സ്കിൻ നനഞ്ഞിരിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.